ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആനയുമായി ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നിർണായക ദൗത്യം, ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ആ അനിമൽ ആംബുലൻസ് പുറപ്പെടുന്നത്, അനിമൽ ആംബുലൻസ് ഇത് പ്ലാന്റേഷനകത്ത് നിന്ന് ഇറങ്ങി വരുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ആനയുമായി കുങ്കിയാനകൾ പുറകിൽ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ആന ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടി കുങ്കിയാനകൾ സമീപത്തുണ്ട്. അത് അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം വാഹനങ്ങൾ സജ്ജമായി നിൽക്കുന്നുണ്ട്. കോന്നി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കുഞ്ചുവും എല്ലാം തന്നെ ഈ ആനക്കരികിലുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. കൂടുതൽ അടുത്തേക്ക്, അതായത് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ അടക്കം ആനയെ കൊണ്ടുപോകുന്നതാണ് SKN. അതായത് ഈ വാഹനം അടുത്തേക്ക്, അതായത് കൂടുതൽ വാഹനങ്ങൾ ഈ ആനക്കരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനിമൽ ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. അനിമൽ ആംബുലൻസ് പുറപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുങ്കിയാനകൾ ആ ആംബുലൻസിന് പുറകിലൂടെ, അതായത് ഇവിടെ നിന്ന് കയറുന്ന സമയത്ത് ആന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിച്ചാൽ അത് നേരിടുന്നതിന് വേണ്ടി കുങ്കിയാനകളുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. പരിക്കേറ്റ ആനയാണ് പോകുന്നത്. അത് വളരെ ശാന്തനായി തന്നെ ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിനകത്ത് നിൽക്കുന്നു. അത്രമാത്രം ആനയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. മുകളിലടക്കം ആന അനങ്ങാതെ നിൽക്കുന്നതിന് വേണ്ടി ആനയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. വനംവകുപ്പിന്റെ അടക്കം വാഹനങ്ങളുണ്ട്. ഈ ആനയ്ക്ക് അകമ്പടിയുണ്ട്. ഒരു മണിക്കൂർ സമയത്തിനകത്ത് തന്നെ ആനയെ ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് എത്തിക്കും. കുങ്കിയാനകളും ആനയുടെ ആംബുലൻസിന് പുറകിലൂടെ നടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ കുങ്കിയാനകളുടെ എല്ലാം സഹായത്തോടു കൂടി വളരെ പതിയാണ് ഇപ്പോൾ പോകുന്നത്. ഡോക്ടർ അരുൺ സക്രിയ നമ്മളവിടെ വേറെ ആനയുണ്ടായിരുന്നു. അപ്പൊ അത് പ്രൊട്ടക്റ്റായിരുന്നു. മയക്കൊടി വെച്ചു. മയങ്ങിയ സമയത്ത് അത് തള്ളിയിട്ടു, ആനിമലിനെ തള്ളിയിട്ടു. പക്ഷെ നമുക്കത് കുഴപ്പമുണ്ടായില്ല. മൂണ്ടെല്ലാം ട്രീറ്റ് ചെയ്തു. ഇല്ല അത് സെഡേഷനിലാണ്. അപ്പൊ മറ്റേ ആനിമൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ചെയ്തു. അത്രയേ ഉള്ളൂ. അതിരപ്പള്ളിയിൽ നിന്ന് എയർ ആംബുലൻസിൽ പരിക്കേറ്റ ആന യാത്രയായിരിക്കുന്നു. പ്രാഥമികമായി ചികിത്സ നൽകിയതിനു ശേഷമാണ് എയർ ആംബുലൻസിലേക്ക് ആനയെ കയറ്റിയത്. ഇനി കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയെ മാറ്റുകയാണ്. എന്നാൽ കുങ്കിയാനികളുടെ അകമ്പടിയോടെ തന്നെയാണ് ഈ എയർ ആംബുലൻസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.